ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി കിട്ടിയിരിക്കുന്ന വചനഭാഗം യെശയ്യാവ് എഴുതിയ പുസ്തകം 45 അധ്യായം 2-3 വാക്യങ്ങളാണ്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം പലപ്പോഴും ഭയപ്പെടുന്ന ഒന്നാണ് അനിശ്ചിതത്വം. നാളെ എന്ത് സംഭവിക്കും? നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ എങ്ങനെ നീങ്ങും? ഇനി നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ അറിയാതെ നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാത്തിനുമുള്ള മറുപടിയാണ് യെശയ്യാവ് 45-2-3 വചനങ്ങൾ നമ്മോട് പറയുന്നത്. അതെ, നമ്മുടെ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുമെന്ന്. ഇത് വെറും ഒരു വാഗ്ദത്തമല്ല, ഒരു ഉറപ്പാണ്. ഇസ്രായേൽ ജനം ചെങ്കടലിന് മുന്നിൽ പകച്ചു നിന്നപ്പോൾ ദൈവം അവർക്ക് മുൻപേ ചെന്ന് കടലിനെ പിളർത്തി പാതിയൊരുക്കി. ആവർത്തന പുസ്തകം 31:8 പറയുന്നു, യഹോവ തന്നെ നിനക്ക് മുമ്പായി പോകുന്നു, അവൻ നിന്നോടുകൂടെയിരിക്കും, നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. നാം ഒരു വഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പേ ദൈവം അവിടെ എത്തിയിട്ടുണ്ടാകുമെന്നതിനുള്ള ഏറ്റവും വലിയ ഉറപ്പാണ് ഈ വചനം നമുക്ക് തരുന്നത്. രണ്ടാമതായി, നമ്മുടെ ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നു, താമ്രവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യുമെന്ന്. പുരാതന കാലത്ത് കോട്ടവാതിലുകൾ താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഒക്കെ നിർമ്മിച്ചതാണ്. അവ മനുഷ്യൻ്റെ ശക്തി കൊണ്ട് തകർക്കാൻ കഴിയുന്നതല്ല. തകർക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വളരെ ബുദ്ധിമുട്ടുള്ളവയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കാൻ കഴിയാത്ത തടസ്സങ്ങളുണ്ടോ? അത് എന്തിൻ്റെ തന്നെ ആയിക്കോട്ടെ, രോഗത്തിൻ്റെ ആയിക്കോട്ടെ, കടബാധ്യതകളുടെ ആയിക്കോട്ടെ, തകർന്ന ബന്ധങ്ങളുടെ ആയിക്കോട്ടെ, എന്തു തന്നെ ആയാലും ഇരുമ്പോടാമ്പലുകളെ തകർക്കാൻ കഴിയുന്ന ദൈവത്തിന് അവയെയും തകർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സങ്കീർത്തനങ്ങൾ 107:16 നമ്മെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? അവൻ പിച്ചില വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഒടിച്ചു കളയുമെന്നാണ്. മൂന്നാമതായി നമ്മോട് ദൈവം പറയുന്നു, അന്ധകാരത്തിലെ നിധികളും രഹസ്യങ്ങളിലെ നിക്ഷേപങ്ങളും ഞാൻ നിനക്ക് തരും. എന്തുകൊണ്ടാണ് ദൈവം വെളിച്ചത്തിലെ നിധികൾ എന്ന് പറയാതെ അന്ധകാരത്തിലെ നിധികൾ എന്ന് പറയുന്നത്? ചില ദൈവിക വെളിപ്പാടുകളും കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിലെ കഠിനമായ ഇരുളടഞ്ഞ നിമിഷങ്ങളിലാണ്. പ്രതിസന്ധികളില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ ശക്തി അറിയുകയില്ല. നമ്മെ പേര് ചൊല്ലി വിളിച്ച ദൈവം ലോകം കാണാത്ത നിക്ഷേപങ്ങൾ നമ്മുടെ ഉള്ളിൽ കരുതിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നമുക്കൊരു ചെറിയ കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു ശില്പി വലിയൊരു കരിങ്കല്ല് ചെത്തി മിനുക്കുകയായിരുന്നു. അതിലൂടെ കടന്നുപോയ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കല്ലിനെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? ശില്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിതിനെ വേദനിപ്പിക്കുകയല്ല, ഈ കല്ലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു രൂപത്തെ പുറത്തെടുക്കാൻ ഇതിനു ചുറ്റുമുള്ള അനാവശ്യമായ ഭാഗങ്ങൾ നീക്കം ചെയ്യുകയാണ് എന്ന്. നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങൾ, പാതകളും പ്രയാസങ്ങളും ദൈവം നമ്മെ ഉപയോഗിക്കുന്നത് നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ നിധിയെ പുറത്തെടുക്കാനാണ്. ആ ശില്പിയുടെ കയ്യിലെ ഉളി പോലെയാണ് നമുക്കുണ്ടാക്കുന്ന പരിശോധനകൾ ഓരോന്നും. ഒടുവിൽ നാം ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു ശില്പമായി മാറും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, യെശയ്യാവ് 45 അധ്യായത്തിൽ അങ്ങ് നൽകിയ വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടട്ടെ. ഞങ്ങൾക്ക് മുമ്പേ അങ്ങ് നടക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയും ശക്തിക്കും തകർക്കാൻ കഴിയാത്ത പിച്ചള വാതിലുകളെ അങ്ങയുടെ വചനത്താൽ തകർക്കണമേ. ജീവിതത്തിലെ ഇരുളടഞ്ഞ സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ അവിടെ അങ്ങ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആത്മീയ നിധികളെ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന അങ്ങയുടെ മധുര ശബ്ദം എന്നും ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുവാൻ ഇടവരട്ടെ. ഇന്നത്തെ ദിവസം അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.